ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും വേണ്ടാത്ത നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം. ഞാൻ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ടൻ്റെയും മഞ്ഞയും വെള്ളയും വേറെ വേറെ ബൗളിലാക്കി വെക്കണം കേട്ടോ. പിന്നെ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിക്കണം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വെറും മൈദ മാത്രമാണിത്. അത് മാറ്റിയേക്കാം. ഇനി നമുക്ക് മുട്ടൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റ് ചെയ്തിട്ട് അതിൽ കുറേശ്ശെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി അടിച്ച് മാറ്റിയേക്കാം. അതിന് ശേഷം നമുക്ക് മുട്ടൻ്റെ മഞ്ഞയും കൂടെ ചേർത്തടിക്കാം. ഒന്നിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. പിന്നെ വേണ്ടത് ബട്ടറാണ്. അതല്ലെങ്കിൽ ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിലായാലും മതി. 2 ടേബിൾ സ്പൂൺ അതിൽ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ പൊങ്ങി വന്നതൊക്കെ താന്നു പോവും. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതേപോലെ മൈദയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച അവനിൽ 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. 30-35 മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടും. ഇനി അത് തിന്നായിട്ട് ഇതുപോലെ ഈ ഒരു സ്ലൈസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 2 മാങ്ങ മിക്സിയിൽ അരച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. പഞ്ചസാര അലിയണ വരെ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലിൽ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കിയിട്ട് അതിൽ മിക്സ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുക. പിന്നെ കുങ്കുമപ്പൂവും ചേർക്കുന്നുണ്ട് ഞാൻ. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് കുറുക്കിയെടുക്കുക. അത് നല്ലോണം കട്ടിയാവണ്ട, ഒരു സെമി തിക്നെസ്സിലൂടെ കുറുക്കിയെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ പീസസൊക്കെ പുഡിംഗ് ബൗളിൽ നിരത്തി കൊടുക്കുക. ഇനി ഇത് കോഫിയാണ്. പഞ്ചസാര ഇടാത്ത നല്ല ചൂടുവെള്ളത്തിൽ കോഫി പൗഡർ ഇട്ടിട്ട് അത് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുക. അത് സോക്കാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ അപ്പം തന്നെ നമ്മൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഈ ഇതിന് മേലെ ഒഴിച്ചിട്ട് ചൂടാറാൻ വെക്കണം കേട്ടോ. ചൂടാറിയ ശേഷം നമുക്ക് ഈ മാംഗോ പൾപ്പ് അതിൻ്റെ മുകളിൽ നിരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീമാണിത്. ഒരു 1/2 കപ്പോളം എടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വന്ന പിന്നെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ 1/2 ടിന്ന് അത് ഇപ്പോൾ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ തണുത്ത ആ പുഡിങ്ങിൻ്റെ മുകളിൽ ഇതൊന്ന് നിരത്തി കൊടുക്കുക. ഒന്ന് റഫായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നല്ല ഭംഗിയിൽ വെക്കണം എന്നൊന്നുമില്ല. ഇതുപോലെ ഒരു റഫായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യണ സമയത്ത് പിന്നെ നമുക്കതിന് മുകളിൽ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കാം. ബട്ടർ സ്കോച്ച് വേണമെങ്കിൽ അതിട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും വേണ്ടാത്ത ഒരു നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണിത്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ, എന്തായാലും ഇഷ്ടമാവും.